ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയനിർമ്മലയും മാനസയും ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ ആദ്യം എതിർത്തെങ്കിലും കൂടിയിട്ട് പിന്നീട് ഡോക്ടർ അത് സമ്മതിക്കുകയാണ് കേട്ടോ. ജയനിർമ്മല ഒരു ബ്ലാങ്ക് ചെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഡോക്ടർക്ക് ഇഷ്ടമുള്ള തുക ഇതിൽ എഴുതിയെടുക്കാം, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു തരണം, ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് എന്നൊക്കെ ജയനിർമ്മല പറയുകയാണ്. ഭാവനയ്ക്കും സൂര്യയ്ക്കും വേണ്ടിയിട്ടല്ലേ, അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ള കാര്യം കൂടി പറയുന്നത് കേട്ടപ്പോൾ ഡോക്ടർ അങ്ങ് സമ്മതിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സൂര്യയുടെയും ഭാവനയുടെയും സ്പാം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഒന്നിനും ഒരു തടസ്സവുമില്ല, നിങ്ങൾ നല്ലൊരു ദിവസം നോക്കി ഇവിടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ജയനിർമ്മലയും മാനസയും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് സൂര്യയും ഭാവനയും കൂടി ഒരു ടൂർ പോവാൻ പ്ലാൻ ചെയ്യുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഭാവനയുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണെന്ന് പറയുകയാണ്. അങ്ങനെ ദേവൻ പറയാണ്, അത് നല്ലൊരു തീരുമാനം തന്നെയാണ്, നീ എന്തായാലും പോവാൻ തീരുമാനിച്ചോളൂ എന്ന് പറയട്ടോ. അങ്ങനെ ജയനിർമ്മലയും മാനസയും കൂടി എവിടേക്കാണ് പോയത് എന്ന് ദേവനോട് ചോദിക്കുകയാണ്. നിന്റെ അമ്മയും മാനസയും കൂടി അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു പോയത്, എന്തായാലും ഈ എടുത്തുചാട്ടം കൊണ്ട് എന്തൊക്കെയാണ് അവ വരാൻ പോകുന്നത് എന്നൊക്കെ സംസാരിക്കുകയാണോ. എന്തായാലും അച്ഛൻ അമ്മയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, അമ്മയുടെ ഈ എടുത്തുചാട്ടം ഒന്ന് നിർത്താൻ പറയണം. അമ്മ ഇങ്ങനെ വാശി പിടിച്ചാൽ എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളണം എന്നില്ല, ഈ സ്വഭാവം കൊണ്ട് ഏതെങ്കിലും കുരുക്കിൽ പോയി ചാടാനാണ് സാധ്യത, അതുകൊണ്ട് അച്ഛൻ ഇതിലൊരു ശ്രദ്ധ വെക്കണം എന്നൊക്കെ സൂര്യയും കൂടി പറയുകയാണ്. നിന്റെ അമ്മ ഇനി മറ്റെന്തെങ്കിലും ഒരു വഴി സ്വീകരിക്കുകയാണ്, എല്ലാം ഞാൻ നോക്കിയും കണ്ടിട്ട് തന്നെയാണ് അവളുടെ കൂടെ നിൽക്കുകയുള്ളൂ, നമുക്ക് രണ്ടുപേർക്കും ഇനി അതിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും കൂടി ഗായത്രിയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗായത്രിയുടെ അടുത്തേക്ക് വിജയപത്മനും ജാനകിയും കൂടി വന്നിട്ടുണ്ടാവും. ഭാമയോട് അമ്പാലിക ചെയ്തതിനെ കുറിച്ചൊക്കെ അറിഞ്ഞതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് ഭാമയോട്, ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം, അമ്പാലികയെ ഒരിക്കലും വിശ്വസിക്കരുത്, ഞങ്ങൾ അന്ന് വീട്ടിൽ വന്ന സമയത്ത് തന്നെ നിന്നോട് ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞതല്ലേ, അമ്പാലിക എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാവും, അതുകൊണ്ട് മോളെ നീ ഇനിയെങ്കിലും ഒരു പക്വതയോട് കൂടി പെരുമാറണം, എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ഭാമയെ വിജയപത്മൻ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇനി മോളെ നീ അവിടേക്ക് പോവണ്ട, നിന്നെ പലതവണ അമ്പാലിക കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ, ഇപ്പോൾ സ്വന്തം പേരക്കുട്ടിയോട് പോലും ഒരു സ്നേഹവും ഇല്ലാതെയല്ലേ ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുത്തത്, അതും ഭാവനയോടുള്ള ദേഷ്യം കൊണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് വിജയിക്കണം ഭാവനയുടെ മുന്നിൽ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുരുട്ട് ബുദ്ധികളൊക്കെ ചെയ്യുന്നത്, അത് അവർക്ക് തന്നെ ബാലികയുടെ ഈ സ്വഭാവം കൊണ്ട് അവർക്ക് തന്നെയാണ് ഇനി വിനയാകുന്നത് എന്നൊക്കെ ജാനകി പറയുകയാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ഇല്ല വല്യമ്മേ, ഞാൻ ഇനി ഒരിക്കലും അവിടേക്ക് പോവില്ല, അബിയോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ അബിയും പറഞ്ഞത് നമുക്കിനി ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കാം എന്നാണ്, അബി എന്തായാലും ഉടനെ തന്നെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, എടുത്തു ചാടി നീ ഇപ്പോൾ വാടക വീട്ടിലേക്ക് ഈ അവസ്ഥയിലൊന്നും പോവേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം, ആദ്യം അബി ഇവിടേക്ക് വരട്ടെ എന്നൊക്കെ ഗായത്രിയും പറയുകയാണ്. അങ്ങനെ ഗായത്രി വിഷമിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാവനമോളെ കുറിച്ചിട്ടാണ് സങ്കടം, അവളുടെ ജീവിതമാണ് ഇപ്പോൾ എല്ലാ തരത്തിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, അവൾ എല്ലാവർക്കും നല്ലത് ചെയ്തെങ്കിലും കൂടിയിട്ട് അവൾക്ക് എന്താണാവോ ദൈവം ഇങ്ങനെ ഒരു വിധി കൊടുത്തത്, ഇനി ജയയുടെ സ്വഭാവമാണ് എപ്പോഴാണ് മാറാൻ പോകുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല, ഇനി എന്താണാവോ ജയനിർമ്മല തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ വിഷമത്തോടു കൂടി ഗായത്രി പറയട്ടോ. ആ സമയത്ത് വിജയപത്മനും ജാനകിയും പറയുകയാണ്, അത് ശരിയാണ്, ജയയുടെ ഇപ്പോഴത്തെ നോക്കണ്ട, കാരണം അവൾ പഴയ സ്വഭാവമാണെങ്കിൽ എന്തായാലും സൂര്യയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാനാണ് നോക്കുകയുള്ളൂ, പോരാത്തതിന് ആ മാനസ ഇപ്പോഴും ആ വീട്ടിലുള്ളത് കൊണ്ട് അതൊരു പേടി തന്നെയാണ് എന്ന് വിജയപത്മനും ജാനകിയും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി പറയും, മാനസ അങ്ങനെ ഒന്നും ചെയ്യില്ല, മാനസയെ ഇപ്പോൾ നല്ലതുപോലെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ കുട്ടിയെ കൊണ്ട് ഒരു ഉപദ്രവവും വരില്ല എന്ന് പറയണ്, അങ്ങനെ ആയാൽ കൊള്ളാം എന്നൊക്കെ വിജയപത്മനും ജാനകിയും പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം സൂര്യയും ഭാവനയും കൂടി അവിടേക്ക് വരികയാണ്. അപ്പോൾ സൂര്യയും ഭാവനയും കാണുന്ന സമയത്ത് ഗായത്രിയും മായയും ഭാവനയൊക്കെ ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ വന്നതിൽ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് തോന്നുന്നു എന്ന് മായ പറയണേ. അപ്പോൾ ഭാവന പറയണ, മായേച്ചിയുടെ സംശയം ശരി തന്നെയാണ്, ഞങ്ങൾ അമ്മയോട് ഒരു കാര്യം പറയാൻ തന്നെയാണ് വന്നത് എന്നും പറഞ്ഞ് സൂര്യ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഞാനും ഭാവനയും കുറച്ച് ദിവസം മറ്റെവിടേക്കെങ്കിലും ഒന്ന് മാറി താമസിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്, ഏതായാലും ഞങ്ങൾ ടൂറൊന്നും പോയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒന്ന് മാറി താമസിക്കുന്നത് എന്തുകൊണ്ടും ഭാവനയ്ക്കും എൻ്റെയും മനസ്സിന് അതൊരു നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ പോവണം എന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയണ, അത് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ്, നിങ്ങൾ കുറച്ച് ദിവസം മറ്റെവിടേക്കെങ്കിലും ഒന്ന് ടൂർ പോയിക്കോളൂ, അത് നല്ലതാണ് എന്നാണ്
എന്നാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല, അമ്മയോട് കൂടി വന്ന ശേഷം പറയണം, എന്നതിൻ്റെ ശേഷമാണ് ഇത് തീരുമാനിക്കുകയുള്ളൂ എന്നൊക്കെ ഗായത്രിയോട് വിവരങ്ങൾ പറഞ്ഞ ശേഷം സൂര്യയും ഭാവനയും വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മാനസയും ജയനിർമ്മലയും ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ ദേവൻ ചോദിക്കുകയാണ് നിങ്ങൾ എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പതറുകയാണ് കേട്ടോ. ദേവനോട് സത്യം പറയുന്നില്ല, തൽക്കാലത്തേക്ക് ഇപ്പോൾ ആരോടും ഇത് പറയണ്ട എന്ന് തന്നെയാവട്ടോ ജയനിർമ്മലയും മാനസയും തീരുമാനിച്ചിട്ടുണ്ടാവുക. കാരണം മാനസയുടെ ഭാവി ഇല്ലാതാകുന്ന കാര്യമാണ്, അതുകൊണ്ട് ദേവേട്ടനൊന്നും ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല, സൂര്യയും ഭാവനയും അറിഞ്ഞാലും ഇത് സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇക്കാര്യം തൽക്കാലം മറച്ചു വെക്കാമെന്നാണ് കേട്ടോ മാനസ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ മാനസ പറയാണ്, എന്തായാലും ഞാൻ ഇനി ഒരു ജീവിതത്തെക്കുറിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല, മരിക്കുന്നതിനേക്കാളും നല്ലത് ഭാവനയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നതല്ലേ, അതുകൊണ്ട് ആൻറ്റി എൻ്റെ കൂടെ നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം ആൻറ്റിയോട് പറയുന്നത്, അതുകൊണ്ട് ആൻറ്റി തൽക്കാലം ഇവിടെ ആരോടും പറയണ്ട എന്നൊക്കെ മാനസയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ദേവൻ പറയുകയാണ്, സൂര്യയും ഭാവനയും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അവർ കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് ടൂർ പോയാലോ എന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ജയനിർമ്മല തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ ജയനിർമ്മലയോട് മാനസ സ്വകാര്യത്തിൽ പറയുന്നുണ്ട്, ആൻറ്റി ഇത് തടസ്സം നിൽക്കേണ്ട, കാരണം ഭാവനയും സൂര്യയും തൽക്കാലം ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം മതി ഇപ്പോൾ ഭാവനയും സൂര്യനും അറിയേണ്ടത്, അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും സൂര്യയും ഭാവനയും ഇത് സമ്മതിക്കില്ല, എൻ്റെ ഭാവിയെ ഓർത്തിട്ട് അവരിത് സമ്മതിക്കില്ല, അതുകൊണ്ട് തൽക്കാലം ആൻറ്റി തടസ്സമൊന്നും പറയേണ്ട, സൂര്യയും ഭാവനയും സന്തോഷത്തോടു കൂടി ടൂർ പോയി വരട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ ജയനിർമ്മല മാനസ പറയുന്നത് പോലെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഭാവനയും സൂര്യയും കൂടി ടൂർ പോവുകയാണ് കേട്ടോ. അപ്പോൾ സന്തോഷത്തോടു കൂടി ദേവനും ജയനിർമ്മലയും മാനസയും പറഞ്ഞു വിടുകയാണ്. ഇനിയാണ് കഥയുടെ ഗതി മാറാൻ പോകുന്നത്. സൂര്യയും ഭാവനയും മാനസ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് തന്നെ മാനസ ഇത് ഏറ്റെടുക്കുകയും മാനസ സരോഗസി വഴി സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ഭാവനയുടെ മനസ്സിലാണെങ്കിലോ അമ്മയാവാൻ കഴിയാത്തതിൻ്റെ വിഷമം നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് സൂര്യയോട് പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു അമ്മയാവുക എന്നാണ്, എനിക്ക് അതിനുള്ള ഭാഗ്യം ഇല്ല എന്ന് അറിഞ്ഞതോടുകൂടി ഞാൻ ആകെ തളർന്നു, എനിക്കിനി ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത അവസ്ഥയിലൂടെയാണ് സൂര്യ ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഭാവന പറയുകയാണോ. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് സൂര്യയ്ക്കും ഒരുപാട് വിഷമം വരികയാണ്. ഇനി പ്രതീക്ഷിക്കാതെ ഭാവന ഇനി ഗർഭിണിയാവുകയാണ്. ഇയാണ് കഥയ്ക്ക് രസം വരാൻ പോകുന്നത്. ഭാവന ഗർഭിണിയാവുകയും മാനസ സരോഗസി വഴി സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേരും ഗർഭിണികളാവുകയാണ്. അങ്ങനെ ഇനി കഥയ്ക്ക് ഒരു ത്രില്ലിംഗ് വരാൻ പോവുകയാണ്.